മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 18ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് അഷ്യൂർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എങ്ങനെ ഒരു SQL ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ബേസിക് ഐഡിയാസ് എല്ലാം ഞാൻ ഡിഫറെൻറ്റ് സെഷൻസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്യൂർലി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ഒരു സെഷനാണ്. അതായത് നമുക്ക് എങ്ങനെ ഒരു SQL ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് അതിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മുമ്പത്തെ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് നോക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടുത്തെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഓൾ റിസോഴ്സസ് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉള്ളതാകപ്പാടെ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് മുമ്പത്തെ സെഷൻസിലെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത ആ ഒരു സെയിം സ്റ്റോറേജ് അക്കൗണ്ട് മാത്രമേ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു SQL ഡേറ്റാബേസ് സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ SQL ഡേറ്റാബേസ് സെർവർ നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് എത്രത്തോളമാണ് അവൈലബിൾ എന്ന് നോക്കാം, ഫ്രീ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇത് ഫ്രീ ഞാൻ ഈ ഒരു പേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഡോക്യുമെൻറ്റേഷനിൽ. അതായത് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ ഫ്രീ റിസോഴ്സസ് എന്തെല്ലാം അവൈലബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഫ്രീ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എന്തെല്ലാമാണ് ഫ്രീ ആണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ SQL ഡേറ്റാബേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 250 GB ഓഫ് SQL ഡേറ്റാബേസ് നമുക്ക് ഫ്രീ ആണ്. ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത്. അത് ഇൻസ്റ്റൻസ് പല ടൈപ്പ് അതിൽ ടയേഴ്സ് ഉണ്ട്. അത് ഞാൻ ഡോക്യുമെൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് ലിങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ ബ്ലോബ് സ്റ്റോറേജ് ഒക്കെ നോക്കിയപ്പോൾ പല ടയേഴ്സ് പറഞ്ഞതുപോലെ ഇതിനും പല ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടയേഴ്സ് ഉണ്ട്. അതിൽ ഫ്രീയിൽ ഉൾപ്പെടുന്നത് സ്റ്റാൻഡേർഡ് S0 എന്നും പറഞ്ഞൊരു ടയറാണ് ഫ്രീയിൽ ഉൾപ്പെടുന്നത്. അതിൽ 10 ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ യൂണിറ്റ്സ് DTUs എന്ന് പറയും. അപ്പോൾ ഇതാണ് ഫ്രീയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഫ്രീ റിസോഴ്സസ് എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യുക. ഞാൻ മുമ്പത്തെ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ഫ്രീ റിസോഴ്സസിനകത്തുള്ളത് സർവീസ് നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഫ്രീ റിസോഴ്സസ് എന്ന് പറഞ്ഞ സർവീസ് നമുക്ക് എടുക്കുക. അതിൽ നിങ്ങൾ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SQL ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഫ്രീ സർവീസസിനകത്ത് നമുക്ക് 250 GB ആണ് നമുക്ക് അതിലൂടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസിൽ നമ്മൾ SQL ഡേറ്റാബേസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് SQL ഡേറ്റാബേസിൻ്റെ ഒരു വിസാർഡ് നമുക്കിവിടെ വരും. നമുക്കതിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനെല്ലാം ഡിഫോൾട്ട് ഫ്രീ ട്രയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. റിസോഴ്സ് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി ഉള്ള ഒരു വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുമ്പത്തെ സെഷൻസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടി ഇതിപ്പോൾ എന്തൊക്കെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തതെന്നുള്ളത്. ഇനി നമുക്ക് ഡേറ്റാബേസിന് ഒരു നെയിം നമുക്ക് കൊടുക്കാം. ഞാനിപ്പം DB1 എന്ന് ഞാനൊരു ഡേറ്റാബേസിന് ഒരു പേര് ഞാനിവിടെ കൊടുത്തു. സെലക്ട് സെർവർ ഇവിടെ പറയും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഡേറ്റാബേസ് സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇല്ല, നമുക്ക് അതുകൊണ്ട് നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു സെർവർ നമുക്കിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റാബേസ് സെർവറിനൊരു നെയിം നമുക്കിവിടെ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ TechTVM DB സെർവർ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കൊരു നെയിം കൊടുക്കണം. അഡ്മിൻ്റെ യൂസർ നെയിം ഞാനിപ്പോൾ admin1 എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പാസ്വേഡും നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രൈറ്റീരിയ അവർ കാണിക്കും. ഈ ഒരു പാസ്വേഡ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു റീജിയൻ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഞാനിപ്പം ഇന്ത്യ റീജിയൻ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. സെൻട്രൽ ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ നമ്മുടെ ടൈപ്പ് സെലക്ട് ആയത് സ്റ്റാൻഡേർഡ് S0 തന്നെയാണ് സെലക്ട് ആയിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രീ അക്കൗണ്ടാണ് നമ്മളിപ്പം ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് നമുക്ക് സ്റ്റാൻഡേർഡ് S0 തന്നെയാണ് സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈപ്പ് തന്നെയാണ് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു DTU ടൈപ്പാണ് സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെയും കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്കത് ഇങ്ങനെ വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കോൺഫിഗർ ഡേറ്റാബേസ് എടുക്കുക. അതിനകത്ത് കണ്ടില്ലേ ഇപ്പോൾ ഡേറ്റാബേസ് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. DTU നമുക്ക് 10 DTUs ആണ്, അതാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ DTU എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു നമ്മളിപ്പോൾ ഒരു ഡേറ്റാബേസ് ഒരു സെർവർ, അതായത് നമ്മളിപ്പോൾ ഡേറ്റാബേസിന് സെർവറിൽ നമുക്ക് എത്ര CPU, എത്ര മെമ്മറി, എത്ര IO ഓപ്പറേഷൻസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റാബേസ് സെർവർ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പല ഡിഫറെൻറ്റ് ടയേഴ്സായിട്ട് പല പേരിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ്, പ്രീമിയം, ബേസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു DTU എന്ന് പറയുന്നത്. ഇതിനെല്ലാം ചേർത്താണ് നമ്മൾ DTU എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന DTU, അതായത് S0 എന്നും പറഞ്ഞ് നമുക്ക് ഫ്രീ ടയറിൽ അലൗഡ് ആയിട്ടുള്ള DTU ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മന്ത്ലി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ
1134 അറൗണ്ട് അത്രയും റുപ്പീസാണ് വരുന്നത് ഇന്ത്യൻ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇത് പക്ഷേ നമുക്ക് ഫ്രീ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രീ ആണ്, എക്സ്ട്രാ മണി ആവുന്നതായിരിക്കില്ല. പക്ഷേ നോർമലി ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഈ ഒരു ടയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ കോസ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഡിഫോൾട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത, അതായത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് S0 ഇട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിപ്പം ഓൾറെഡി നമുക്ക് കുറേ ക്രെഡിറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 30,000 റുപ്പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജ് ഇപ്പം എന്തെങ്കിലും പുറത്ത് വന്നാലും അതിൽ നിന്ന് ഡയറക്റ്റ് ആവുകയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മളിപ്പോൾ ഇത്രയും സെലക്ഷൻസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വാണ്ട് ടു യൂസ് SQL ഇലാസ്റ്റിക് പൂൾ എന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇലാസ്റ്റിക് പൂൾ നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ നെറ്റ്വർക്കിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കണക്ടിവിറ്റി മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോ ആക്സസ് കിടന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ SQL സെർവറിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു എൻ പോയിൻ്റ് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പബ്ലിക് എൻ പോയിൻ്റ് നമുക്ക് കൊടുക്കാം. പബ്ലിക് എൻ പോയിൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് പുറത്ത് നിന്ന്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ഈ അഷ്യൂറിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന SQL ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് എൻഡ് പോയിൻ്റാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ വിത്തിൻ അഷ്യൂറിനകത്തുള്ള റിസോഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കണം ഇങ്ങനൊരു SQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ശേഷം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പബ്ലിക് എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഫയർവാൾ ബൈ ഡിഫോൾട്ട് ഉണ്ട് നമ്മളൊരു SQL ഡാറ്റാബേസ് സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുറത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസും ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബൈ ഡിഫോൾട്ട് അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നൊരു കണക്ഷൻ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ ഇപ്പോഴത്തെ നമ്മുടെ കറൻ്റ്ലി അസൈൻ ആയിരിക്കുന്ന IP നമുക്ക് ആ ഒരു ഫയർവാളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് കറണ്ട് ക്ലയൻറ്റ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കണം, നമുക്ക് S ചെയ്യണം. അപ്പോൾ അങ്ങനെ S കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ISP വഴി നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ, അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടുന്ന ഈ അസൈൻ ആയിരിക്കുന്ന IP ഈ SQL ഡാറ്റാബേസിൻ്റെ ഫയർവാൾ റൂളിൽ ഓപ്പൺ ചെയ്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അഷ്യൂർ പ്ലാറ്റ്ഫോമിലുള്ള SQL ഡാറ്റാബേസ് സെർവറിലോട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഞാൻ അഡീഷണൽ സെറ്റിങ്സിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്കൊരു ഡേറ്റ സോഴ്സിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന SQL ഡേറ്റാബേസ് സെർവറിൽ നമുക്കിപ്പോൾ നൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റാസ് ഒന്നും കാണില്ല, ഡേറ്റാബേസ് ഒന്നും കാണില്ല. ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു SQL ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതിലൊരു സാമ്പിളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഡേറ്റാബേസ്, ഒരു ഡെമോ ഡേറ്റാബേസ്, ഇപ്പം അഡ്വഞ്ചർ വർക്ക്സ് LT എന്ന് പറഞ്ഞിട്ട് പേരിലൊരു സാമ്പിൾ ഡേറ്റാബേസ് ഇത് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്, നോക്കുന്നതിന് വേണ്ടി ജസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇടുകയാണ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വേറെ ചേഞ്ചസ് ഒന്നും ഇപ്പോൾ ഞാൻ വരുത്തുന്നില്ല. നെക്സ്റ്റ് ടാക്സും പ്രത്യേകിച്ച് നമുക്ക് കൊടുക്കണമെന്ന് മാൻഡേറ്ററി അല്ല. അത് കഴിഞ്ഞ് ഞാൻ റിവ്യൂ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ പ്രൈസും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ബാക്കി ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കി കൺഫേം ചെയ്ത ശേഷം നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഒരു ഫ്യൂ മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് ക്രിയേറ്റ് ആയ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടാനായിട്ട്. നമുക്ക് അപ്പം അത്രയും നേരം നമുക്കൊന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് റിസ്യൂം ചെയ്യാം. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഗോ ടു റിസോഴ്സിലോട്ട് പോകാം. ഇപ്പോൾ ഗോ ടു റിസോഴ്സിൽ നമ്മുടെ റിസോഴ്സസ് മൊത്തത്തിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓൾ റിസോഴ്സസ് എടുത്തു. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ടെക് TVM DB സെർവർ എന്ന് പറഞ്ഞിട്ടൊരു സെർവർ നമ്മൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ആ ഒരു സെർവറും നമുക്കൊരു ഡേറ്റാബേസും, അതായത് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റാബേസ് ഒരുമിച്ചാണ് ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പോൾ നമുക്ക് അതായത് ഈ ഒരു SQL ഡേറ്റാബേസും ഉണ്ട്, അതിൻ്റെ കൂടുതൽ സെർവറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 റിസോഴ്സാണ് നമുക്കിപ്പം ക്രിയേറ്റ് ആയി കിട്ടിയത്. നമ്മളൊരു SQL ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ. ഇപ്പോൾ ഇവിടെ നമുക്കിനി നമ്മുടെ ടെക് TVM DB സെർവർ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ SQL ഡേറ്റാബേസ് സെർവർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബ്ലേഡ് ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് അതിൻ്റെ കണക്ഷൻ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കിട്ടും. നമുക്ക് സെർവർ നെയിം കിട്ടും. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവിടെ കാണിക്കും, നമ്മൾ ഏത് ലൊക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഈ ഒരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഡേറ്റാബേസ് സെർവർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി എങ്ങനെ കണക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ആക്ച്വലി മൈക്രോസോഫ്റ്റ് തന്നെ ഒരു ക്ലയൻറ്റ് യൂട്ടിലിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ഫ്രീ യൂട്ടിലിറ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ ഈ സെർവറിൻ്റെ കണക്ഷൻ സെർവർ നെയിമും അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഒരു സാമ്പിൾ ഡേറ്റാബേസ് അതിൽ കാണാൻ പറ്റും നമുക്ക്.
അപ്പോൾ അത് മൈക്രോസോഫ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിളിന് അല്ലെങ്കിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് SQL ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പൺ സോഴ്സ് ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ അത് മൈക്രോസോഫ്റ്റ് ഡേറ്റാബേസസിന് മാത്രമല്ല ബാക്കിയുള്ള ഡേറ്റാബേസസ് പലതും അതിൽ സപ്പോർട്ട് ചെയ്യും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത്. അപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സും അത് കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യാനുള്ള കാരണം ഇതൊരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഡെമോയിൽ ഞാൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത അഷ്യൂറിൻ്റെ ഡേറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും ഈ SQL ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലയൻറ്റ് യൂട്ടിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ വിൻഡോസിൻ്റെ വെർഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ എങ്ങനെ നമുക്ക് കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് കൊടുത്ത് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം ഇപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഞാൻ SQL ഇലക്ട്രോൺ എന്നും പറഞ്ഞൊരു യൂട്ടിലിറ്റി ഞാനിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എൻ്റെ സിസ്റ്റത്തിൽ നിന്നും. അപ്പോൾ അത് ലോഞ്ച് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ആദ്യം വരുന്നത്, ഒരു ഹോം പേജിൽ വരുന്നത്. അവിടെ നമുക്ക് ആഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആഡ് എടുക്കാം. ആഡ് എടുത്തിട്ട് നമുക്ക് നെയിം കൊടുക്കാം. നെയിം നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാം. Azure DB എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ സെലക്ട് ഡേറ്റാബേസ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ MySQL ഉണ്ട്, MariaDB ഉണ്ട്, Postgres ഉണ്ട്. അങ്ങനെ കുറേ ഡേറ്റാബേസ് ടൈപ്സ് നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഓപ്പൺ സോഴ്സ് യൂട്ടിലിറ്റിയാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ മൈക്രോസോഫ്റ്റിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡിയോ ഒരു സോഫ്റ്റ്വെയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു യൂട്ടിലിറ്റിയാണ്. നിങ്ങൾക്ക് തൽക്കാലം എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡെമോയിൽ നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റി തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് മൈക്രോസോഫ്റ്റ് SQL സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവറാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, അത് കഴിഞ്ഞ് സെർവർ അഡ്രസ്സാണ് നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത്. ഇവിടെ സെർവർ അഡ്രസ്സാണ് നമുക്കിവിടെ അവർ കാണിച്ചിട്ടുണ്ട്, സെർവർ നെയിം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ ആ സെർവർ അഡ്രസ്സ് Ctrl+V, അത് മൗസ് അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ കീബോർഡിൽ Ctrl പ്രസ് ചെയ്തിട്ട് V അടിച്ചു കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ആയിക്കോളും. അത് കഴിഞ്ഞ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമുക്കിവിടെ ഡിഫോൾട്ട് പോർട്ട്, അതായത് മൈക്രോസോഫ്റ്റ് SQL സെർവറിൻ്റെ ഡിഫോൾട്ട് പോർട്ട് നമ്പർ വന്നിട്ട് 1433 ആണ് വരുന്നത്. അപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആൻറ്റിവൈറസോ അല്ല നിങ്ങളുടെ ISP ഇൻ്റർനെറ്റ് പ്രൊവൈഡറോ ആരെങ്കിലും ഏതെങ്കിലും സൈഡിൽ, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ തന്നെ നേറ്റീവായിട്ടുള്ള ഡിഫോൾട്ട് ഫയർവാളോ ഈ ഒരു പോർട്ട് ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു പോർട്ട് ബ്ലോക്ക്ഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിവിടെ SSL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ്, അതായത് നമ്മൾ ആ ഒരു SQL സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ആ ഒരു യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം കണക്ഷൻ സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കൊടുത്ത കണക്ഷൻ സെറ്റിംഗ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് ആദ്യം ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ടെസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്നും പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അതിനർത്ഥം നമ്മൾ കൊടുത്ത കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മളിപ്പം ഈ അഷ്യൂറിൽ ക്രിയേറ്റ് ചെയ്ത SQL ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി സക്സസ്ഫുള്ളി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സേവ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഇവിടെ സേവായി കിടക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത് തവണ നമുക്ക് പിന്നീട് ഈ ഒരു SQL ഇലക്ട്രോൺ യൂട്ടിലിറ്റി ഇവിടെ എടുത്ത് കഴിയുമ്പോൾ പിന്നീട് ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ആ ഡേറ്റാബേസായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു. അതിൽ വേറൊരു ഹെഡേക്കിൻ്റെ കാര്യമില്ല. നമുക്ക് രണ്ടാമത് പിന്നീട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ DB1 എന്ന് പറഞ്ഞൊരു DB ആണ് നമ്മൾ കൊടുത്തത്, അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ അഷ്യൂർ ഈ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് കൊടുത്ത ഡേറ്റാബേസിൻ്റെ പേര് DB1 എന്നും പറഞ്ഞൊരു DB ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഞാൻ അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈ ഡേറ്റാബേസിനകത്ത് കണ്ടില്ലേ, ടേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സെയിൽസ് LT എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫോൾട്ട് ഡേറ്റാബേസ് ഇതിൽ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമുക്കൊരു സാമ്പിൾ ഡേറ്റാബേസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് വെച്ച് നമുക്ക് സാമ്പിൾ ഡേറ്റാബേസ് കിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇതൊട്ട് നമുക്ക് വർക്ക് ചെയ്തെല്ലാം നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു പുതിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതും. നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ SQL മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിലും സിമിലർ സ്റ്റെപ്സ് തന്നെയാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഡേറ്റാബേസിൻ്റെ കണക്ഷൻ സ്ട്രിങ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ലോഗിൻ ചെയ്യേണ്ട യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സിമിലർ തന്നെയാണ് സ്റ്റെപ്സും. ഓക്കെ,
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പം നമ്മൾ ഈ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അതിൻ്റെ ഫയർവാളിൽ നമ്മുടെ ക്ലയൻറ്റ് ഐ പി നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതല്ല, നമുക്കിപ്പോൾ വേറൊരു ലോക്കൽ മെഷീൻ നമ്മുടെ വേറൊരു സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് സെർവറിലോട്ട് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ അഷ്യൂറിൻ്റെ, അപ്പോൾ നമ്മൾ ആ ഒരു ലോക്കൽ മെഷീൻ്റെ ഐ പി ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതും നമ്മുടെ ഈ സെർവറിൽ, നമ്മുടെ അഷ്യൂറിൻ്റെ ഈ SQL സെർവറിൻ്റെ ഫയർവാളിൽ നമ്മൾ അതും ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ സെറ്റ് സെർവർ ഫയർവാൾ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അത് ഇവിടെ നമുക്ക് പുതിയ നെയിം, നമുക്ക് റൂളിനൊരു നെയിം കൊടുക്കുക, പുതിയ റൂൾ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഐ പി ആണ് ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ ആ ഐ പി, ഒരു ഐ പി ആണെങ്കിൽ അത് തന്നെ ഇവിടെ സ്റ്റാർട്ട് ഐ പി ആയിട്ടും എൻ്റെ ഐ പി ആയിട്ട് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വേറെ മെഷീനാണ് കണക്ട് ചെയ്യേണ്ടെങ്കിൽ ആ മെഷീൻ്റെ ഐ പി നമ്മളിവിടെ ഇങ്ങനെ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് അഷ്യൂറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒരു SQL ഡേറ്റാബേസ് സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്കൊരു ക്ലയൻറ്റ് യൂട്ടിലിറ്റി ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ലാബിൽ നമ്മൾ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കിനി ലാസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത റിസോഴ്സസ് എല്ലാം നമുക്കിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഓൾ റിസോഴ്സസിൽ വന്നു, ആ ഒരു വിൻഡോയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ 2 റിസോഴ്സസ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു SQL സെർവറും അതുപോലെ SQL ഡേറ്റാബേസും. അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് ഇവിടെ എസ് കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. നമ്മളൊരു സേഫ് സൈഡിനാണ് എപ്പോഴും നമ്മൾ ലാബ് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, നമുക്ക് എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും അബദ്ധവശാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ റിസോഴ്സസ് എല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സെഷൻസ് കണ്ടിട്ടുള്ളവർ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെഷനിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.